നമസ്കാരം. സിനിമയിൽ തങ്ങൾ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേരിൽ പിന്നീട് അറിയപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ ഭാഗ്യം ചെയ്തവർക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലെത്തിയ സുധീർ കുമാർ പിന്നീട് ആ കഥാപാത്രം, അതായത് മണിയൻപിള്ള എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാളികൾക്ക് സുപരിചിതനായത്. അങ്ങനെ സുധീർ കുമാർ പിന്നീട് മണിയൻപിള്ള രാജുവായി മാറി. അതിനുശേഷം അത്തരത്തിലൊരു കഥാപാത്രത്തിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് കിരീടം എന്ന സിനിമയിലെ വില്ലനായി വന്ന മോഹൻരാജാണ്. അതിലെ വില്ലൻ്റെ പേര് കിരിക്കാടൻ ജോസ് എന്നായിരുന്നു. മോഹൻലാലിനെ അടിച്ചു വീഴ്ത്തുന്ന ചില രംഗങ്ങളൊക്കെ കണ്ട് മലയാളികൾ തന്നെ അമ്പരന്നിട്ടുണ്ട്. അത്രമാത്രം ഉയരവും സൈസുമുള്ള ഒരു വില്ലൻ മലയാളത്തിൽ ആദ്യമായിട്ടാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ മോഹൻരാജ് പിന്നീട് കിരിക്കാടൻ ജോസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കിരിക്കാടൻ ജോസ് എന്ന പേരിൽ ഒരു പോസ്റ്റ് കാർഡ് ഇട്ടാൽ അത് തൻ്റെ വീട്ടിലേക്ക് കൃത്യമായി എത്തും എന്ന് തന്നെയാണ് മോഹൻരാജ് പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ, ഒരു സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരിൽ മലയാള സിനിമയിലേക്ക് എത്തിയ കിരിക്കാടൻ ജോസ് അഥവാ മോഹൻരാജ് പിന്നീട് കിരീടം തെലുങ്കിലേക്ക് മാറ്റിയപ്പോൾ അതിലെ വില്ലനായും രംഗത്ത് വരികയുണ്ടായി. അതിൽ ഗുഡിവട റാവു എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം ചെയ്തത്. തെലുങ്കിൽ പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടതും ഗുഡിവട റാവു എന്ന പേരിൽ തന്നെയാണ്. എയർഫോഴ്സിലെ ഉദ്യോഗം മാറ്റിവെച്ചുകൊണ്ടാണ്, ഉദ്യോഗത്തിൽ നിന്നും ലീവ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത്. ആദ്യമൊക്കെ ചില്ലറ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മോഹൻരാജ് കിരീടം എന്ന സിനിമയിലെ കിരിക്കാടൻ ജോസിലൂടെയാണ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത്. എന്നാൽ എയർഫോഴ്സിൽ അറിയിക്കാതെ സിനിമയിൽ അഭിനയിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിന്നീട് 20 വർഷം സർവീസിന് പുറത്താക്കുകയായിരുന്നു. 20 വർഷം അങ്ങനെ സർവീസിന് പുറത്തു നിൽക്കേണ്ട ഒരു ഗതികേടും മോഹൻരാജിനുണ്ടായി. പിന്നീട് അധികം സിനിമകളിലൊന്നും അങ്ങനെ മോഹൻരാജിന് പ്രത്യക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു വാസ്തവമാണ്. അധികം സിനിമയിൽ സിനിമകളിൽ വന്നിട്ടുണ്ടെങ്കിലും കൂടുതൽ സിനിമകളിൽ തൻ്റെ കഥാപാത്രത്തെ ശ്രദ്ധിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ജീവിതത്തിൽ വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലാതെ ആരും അറിയപ്പെടാതെയാണ് മോഹൻരാജ് സിനിമയിൽ നിന്നും മലയാളികൾക്കിടയിൽ നിന്നും കഴിഞ്ഞ ദിവസം കടന്നുപോയത്. ഏകദേശം 3 മണിയോടെ അദ്ദേഹത്തിൻ്റെ മരണം വീട്ടുകാർ സ്ഥിരീകരിച്ചുവെങ്കിലും പുറത്തെത്തിയത് വൈകുന്നേരം 6 മണിയോടെയാണ്. കാരണം സിനിമാ പ്രവർത്തകർക്കിടയിൽ അവസാന നാളുകളിൽ വളരെ അന്യനായിരുന്നു കിരിക്കാടൻ ജോസ് എന്നതുകൊണ്ട് തന്നെയാണ്. സിനിമയിലെ അവസരങ്ങൾ കുറഞ്ഞതോടുകൂടി ഏകദേശം 10 വർഷമായി അദ്ദേഹം മലയാള സിനിമയിലോ മറ്റ് സിനിമകളിലോ അഭിനയിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമൊക്കെയായി നിരവധി കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാന നാളുകൾ ഏറെ ക്ലേശകരമായിരുന്നു എന്ന് തന്നെയാണ് പല റിപ്പോർട്ടുകളും വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കാൻ ഏറെ വൈകുകയും ചെയ്തു. എന്തായാലും കിരിക്കാടൻ ജോസ് എന്ന മലയാളത്തിൻ്റെ ഒരു അനുഗ്രഹീതനായ കലാകാരൻ, മോഹൻരാജ് എന്ന കലാകാരൻ, കിരിക്കാടൻ ജോസ് എന്ന പേരിൽ അറിയപ്പെട്ട കലാകാരന് ഇപ്പോൾ അന്ത്യയാത്രയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കഥാപാത്രങ്ങളിലൂടെ കടന്നു വരാൻ കഴിഞ്ഞത് തന്നെയാണ് മോഹൻരാജിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. കിരിക്കാടൻ എന്ന തൻ്റെ കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ആ വലിയ നടന് ആദരാഞ്ജലികൾ.